തിരുവനന്തപുരത്തെ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ കൂടുതൽ സിനിമകൾക്ക് കേന്ദ്രാനുമതി. ഇന്നലെ രാത്രിയും ഇന്നുമായി 12 സിനിമകൾ കൂടി അനുമതി നൽകി. മേഘനാമുള്ള വിവരങ്ങളും ചേർന്നു. മേഘന, ഇനിയിപ്പോൾ 3-4 സിനിമകൾക്കല്ലേ അനുമതി കിട്ടാനുള്ളൂ അല്ലേ? ഹാഷ്മി, അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ വലിയൊരു പ്രതിസന്ധിയാണ് ഈ സിനിമ റദ്ദ് ചെയ്തത് മൂലം അല്ലെങ്കിൽ സിനിമയ്ക്ക് അനുമതി ലഭിക്കുന്നത് മൂലം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി നീങ്ങുന്നു എന്നുള്ള ഒരു കാര്യത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളടക്കം ഇവിടെ നിന്ന് ലഭിക്കാനുമുണ്ട്. ഇപ്പോൾ സന്തോഷ് കിഴാറ്റൂർ ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഒരു സിനിമ പ്രതിസന്ധി നീങ്ങുകയാണോ? എന്താണ് ഒരു കണക്ക്? എങ്ങനെയാണ് നീങ്ങുകയാണ്? ഇതുവരെ 15 സിനിമകൾ നമ്മൾ കാണിക്കുവാൻ വേണ്ടി, ഇനിയിപ്പം അടുത്ത 4 സിനിമകളാണ്. അത് ഉച്ചയോടുകൂടി കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതൊക്കെ സിനിമയാണ് ഈ പലസ്തീൻ 36 അടക്കമുള്ള സിനിമകൾ? ലിസ്റ്റ് കയ്യിലുണ്ട്, എൻ്റെ മൊബൈലിൽ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇനി 4 സിനിമകൾ കൂടിയാണ് അനുമതി ലഭിക്കാൻ? അല്ല, നമ്മൾ എന്തായാലും എല്ലാ സിനിമകളും കാണിക്കാമെന്ന് നമ്മൾ തീരുമാനം എടുത്തതാണല്ലോ. അനുമതി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഈ 19 സിനിമകളും നമ്മൾ ഈ കാണിച്ചിരിക്കും. ഇതിന്റെ ഒരു സാങ്കേതികത്വം എങ്ങനെയാണ് ഈ ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട്? എങ്ങനെ ചെറിയൊരു അറിയാലോ, ഇന്നലെ വന്നിരിക്കുന്ന ഒരു ചെറിയ വിഷയമുണ്ട്. കാരണം മുൻകൂട്ടി ചാർട്ട് ചെയ്ത സിനിമകൾ മാറ്റാൻ സാധിക്കില്ല. പക്ഷേങ്കിലും അതൊക്കെ പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ ടെക്നിക്കൽ ടീം വളരെ സജീവമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ 15 സിനിമകൾക്ക് കേന്ദ്രാനുമതി ലഭിച്ചു. സിനിമകൾ കിട്ടിയിട്ടുണ്ട്. ഹാഷ്മി, ഇപ്പോൾ നിലവിൽ ഈ ഭാരവാഹികളടക്കം അറിയിക്കുന്നത് 15 സിനിമകൾക്ക് മൊത്തം അനുമതി ലഭിച്ചു, കേന്ദ്ര അനുമതി ലഭിച്ചു എന്നുള്ളതാണ്. 19 സിനിമകളാണ് ഇത്തരത്തിൽ റദ്ദ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അനുമതി വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ കൂടുതൽ സിനിമകൾക്ക് കേന്ദ്ര അനുമതി ലഭിക്കുന്നു. അത് നേരത്തെ തന്നെ ഇത്തരം അനുമതി ലഭിച്ചില്ലെങ്കിൽ പോലും ഒരു പ്രദർശിപ്പിക്കുമെന്നുള്ള കാര്യം സംസ്ഥാനം നേരത്തെ അറിയിച്ചതാണ്. അതിന് പിന്നാലെയാണ് നിരന്തരം ചർച്ചകൾ ഉണ്ടാകുന്നു, കേന്ദ്രവുമായി ചർച്ചകൾ ഉണ്ടാകുന്നു. അതിന് പിന്നാലെയാണ് ഈ 15 സിനിമകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു അനുമതി കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നത്. അതിൽ പലസ്തീൻ 36 അടക്കം സിനിമകൾ, അത് ഈ പലസ്തീൻ 36 പലസ്തീൻ ജനതയുടെ ഒരു പ്രതിരോധവും അതുപോലെ തന്നെ അവരുടെ ഒരു ജീവിത സാഹചര്യവും ഒക്കെ പറയുന്ന സിനിമയാണ്. അതടക്കം പ്രദർശിപ്പിക്കാൻ അനുമതി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. 15 സിനിമകൾക്ക് ഇപ്പോൾ പ്രദർശനാനുമതി കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചു. അത് ഇന്നലെ തന്നെ മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ സജി ചെറിയാന്റെയും ഒക്കെ പ്രഖ്യാപനം ഉണ്ടായതാണ്. ഇനി അനുമതി ലഭിച്ചില്ലെങ്കിലും പ്രദർശിപ്പിക്കുമെന്നത് അത് ആ ഒരു പ്രതിസന്ധിയിലേക്ക്, അത്തരം സാഹചര്യങ്ങളിലേക്ക് പോകുന്നില്ല. കേന്ദ്രം തന്നെ അനുമതി നൽകുന്നു. ഇനി 4 സിനിമകൾ കൂടിയാണ് അനുമതി ലഭിക്കാനുമുള്ളത്. ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത് സന്തോഷ് കിഴാറ്റൂരാണ്. അദ്ദേഹം പറയുകയും ചെയ്യുന്നത് കൃത്യമായ ഒരു പട്ടികയടക്കം പുറത്തു വരും, ഉടൻ തന്നെ പുറത്തു വരും. അത് ഏതൊക്കെ സിനിമകൾക്കാണ് ഇപ്പോൾ അനുമതി ലഭിച്ചത് എന്നുള്ള കാര്യങ്ങളടക്കം ഉടൻ തന്നെ പുറത്തു വരുമെന്നുള്ളതാണ്. ഇനി 4 സിനിമകൾ കൂടിയാണ് അനുമതി ലഭിക്കാനുള്ളത്. അത് വലിയ തരത്തിൽ കേന്ദ്രവും കേരളവും തമ്മിൽ വലിയ തരത്തിൽ വാക്കുതർക്കം അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. കൂടാതെ ഈ ലോക സിനിമകൾക്കാണ് ബാക്കി ചിത്രങ്ങൾക്ക് ഓൾമോസ്റ്റ് അനുമതി കിട്ടി. ഇനിയിപ്പോ 3 സിനിമകൾക്കാണ് അനുമതി കിട്ടാനുള്ളത്. അതും കൂടി കിട്ടും എന്നുള്ളതാണ് IFFKയുടെ പ്രതീക്ഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.